ഹലോ ഗൈസ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോണത് ഈ ചിത്രമാണ്. നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം വരച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് മൂന്നാമത്തെ. ഇന്ന് വരയ്ക്കാൻ പോണത് ഈ ചിത്രമാണ്. അപ്പോൾ ഞാൻ പറയാം, ഒരു ചിത്രം നമ്മൾ ഇല്ലെങ്കിൽ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഡിസൈൻ. അപ്പോൾ നമ്മളൊരു ഡിസൈൻ ആദ്യം കാണുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡിൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കണം എങ്ങനെയാണ് ഇത് വരയ്ക്കാൻ പോകുന്നത്. കാരണം ഒരാൾക്ക് ഓരോ രീതിയിൽ വരയ്ക്കണം. ഒരാൾ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ തന്നെ വരയ്ക്കണമെന്നില്ല. ചിലവർക്ക് ബേസിൽ നിന്ന് തുടങ്ങാം, ചിലവർ ഇവിടെ നിന്ന് തുടങ്ങും. അപ്പോൾ അത് ഓരോളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് റഫ് ഐഡിയ ഉണ്ടാക്കി എങ്ങനെ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 40, ഇത് 150, ഇവിടുന്ന് ഇവിടെ വരെ 20, ഇത് 35, ഇവിടുന്ന് ഇവിടെ വരെ 15 തന്നിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് 5, 25, പിന്നെയും 5. ഈ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 150 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ റേഡിയസ് 30 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 60 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ 20 ആണ് തന്നിട്ടുണ്ട്. മൊത്തം 40 ആണ്. അപ്പോൾ ഈ ഹൈറ്റ് 20, ഈ ഡിസ്റ്റൻസ് ഇവിടെ വരെ 60 + 35 + 25 ചെയ്തിട്ട് 150 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ലെങ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഓൾറെഡി വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോറി, അങ്ങനെ പറയാൻ പാടുള്ളൂ. ഞാൻ ഓൾറെഡി വരയ്ക്കാനുള്ള സ്പേസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, 40 തുടങ്ങുന്നു. അതാ 10, 15, 20, 25, 30, 35, 40 തുടങ്ങി. ഇനി ഇങ്ങോട്ടേക്ക് 150, 125, 130, 150. ഇനി മുകളിലോട്ട് 20, ഇങ്ങോട്ട് 35. സോറി, ഞാൻ ഡയഗ്രാം കാണിക്കാതെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഡയഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഡയഗ്രാം ഒന്ന് കാണിച്ചേക്കാം. തൽക്കാലം ഇവിടെ നിർത്തി. ഇതാണ് നമ്മുടെ ഡയഗ്രാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും നോക്കിന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി തുടങ്ങാം. അപ്പോൾ ഇവിടുന്ന് 35, താഴോട്ടേക്ക് 5, വീണ്ടും 25, 5. ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് സർക്കിൾ വരുന്നതിൻ്റെ അതായത് സെമി സർക്കിൾ അല്ലെ വേണ്ട, ആർക്ക് എന്ന് പറയാം. ഇവിടുന്ന് വരുന്ന ആർക്കിന്റെ റേഡിയസ് 30 ആണ്. അപ്പോൾ മൊത്തം സെമി സർക്കിൾ ആയതുകൊണ്ട് 30 പ്ലസ് റേഡിയസ് ആണ് 30. അപ്പോൾ 30 + 30 60 വരും. ഇവിടെ വരെ 60. അപ്പോൾ 60 + 35 + 25 ആണ്. അപ്പോൾ 60 + 60 120. നമുക്ക് മൊത്തമുള്ള ഡിസ്റ്റൻസ് 150. അപ്പോൾ 150 - 120 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ നമ്മൾക്ക് വേണ്ട ഡിസ്റ്റൻസ് 30 ആണ്. ഇവിടുന്ന് 30, മുകളിലോട്ട് 20 നമ്മളെ പൊസിഷൻ. ഇനി നമ്മളിവിടെ 3 പോയിന്റ് ആർക്ക് വെച്ച് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, നമ്മളിനി റേഡിയസ് 30. ഇവിടെ R30 എന്ന് കണ്ടിട്ടില്ലേ? A = 180, R = 30. അത് ആംഗിൾ 180, R 30. ആംഗിൾ 180 എന്ന് വെച്ചാൽ ഈ ആർക്കിൻ്റെ ആംഗിൾ കൊടുത്തു. ഇനിയുള്ളത് നമുക്ക് നടുക്കൊരു സർക്കിൾ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, നടുക്കത്തെ സർക്കിളിൻ്റെത് റേഡിയസ് ഡയമീറ്റർ 30 ആണ്, റേഡിയസ് 50 ആണ്. അപ്പം ഞാൻ നമ്മൾ സെൻറ്റർ പോയിന്റ് സർക്കിൾ എടുക്കും. സെൻറ്റർ കൊടുക്കും. 5, 10, 15. അതായത് റേഡിയസ് 15 ആണ്. അപ്പോൾ മൊത്തം ഡയമീറ്റർ 30 ആവും. ഇത്രയേ ഉള്ളൂ ഒരു ഡിസൈൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.